നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അജുഷേ, വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. എന്താ എന്താ വക്കീലേ? അതൊക്കെ പിന്നെ പറയാം. ഏത് നിമിഷം പോലീസ് ഇവിടെ എത്തും. വക്കീല് കാര്യം പറ. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിരിക്കുക. ആ സിന്ധുവിന്റെ ഡെഡ് ബോഡി പോലീസ് കണ്ടെടുത്തു. ആ ശവത്തിൽ നിന്ന് എങ്ങാണ്ട് കിട്ടിയ മോതിരത്തിന്റെ തുമ്പ് പിടിച്ച് പോലീസ് മാണിക്യമംഗലത്തെത്തി ഇയാളുടെ ഭാര്യയെ ചോദ്യം ചെയ്തു. അവര് കുറ്റം സമ്മതിച്ചതാ ഞാൻ കേട്ടത്. അയ്യോ, നില പിടിച്ചിട്ടൊന്നും കാര്യമില്ല. എത്രയും പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുന്നതാ ബുദ്ധി. വക്കീലിനോട് ആരാ പറഞ്ഞേ? വിശ്വനാഥൻ സാറ്. അപ്പോ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞോ? ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല. അതല്ലേ ഞാൻ അജുനോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ. എന്റെ വക്കീലെ, ഈ പട്ടാപ്പകൾ ഞാൻ എങ്ങോട്ട് പോവും? ഒന്ന് നേരെ ഇരട്ടിക്കോട്ടെ, ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. അതുവരെ ഒന്നും കാക്കാൻ പറ്റില്ല അജിഘോഷേ. കാര്യങ്ങൾ അത്രയ്ക്ക് വഷളാ. വേഗം രക്ഷപ്പെടാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ കൂടി കേസിൽ പ്രതിയാവും. അപ്പോ വക്കീലും എന്നെ കൈയൊഴിയോ അല്ലേ? കൈ ഒഴിഞ്ഞതൊന്നും അല്ല അജയ, വേറെ വഴിയില്ലാഞ്ഞിട്ടാ. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ടാക്സി ഏർപ്പാടാക്കി തരാം. എങ്ങോട്ടെങ്കിലും ദൂരദേശത്തേക്ക് പോവാൻ നോക്ക്. വക്കീലെ, അപ്പൊ നമ്മുടെ കല്യാണം ഇപ്പൊ തന്നെ നടത്തണോ? എന്റെ അജയ് ഘോഷേ, ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക്. ഇയാള് പുറത്തുണ്ടെങ്കിലല്ലേ കല്യാണമൊക്കെ നടത്താൻ പറ്റൂ. ഹലോ, മെറിൻ ട്രാവൽസ് അല്ലേ? ഇത് അഡ്വക്കേറ്റ് ദീപ്തി വർമ്മയെ സംസാരിക്കുന്നത്. നേരാണോ ഈ പറയുന്നത്? അതേ റുക്കു, അവളെന്നെ അച്ഛാന്ന് വിളിച്ചു. ഇപ്പോഴും അത് ഓർക്കുമ്പോ എനിക്ക് രോമാഞ്ചം വരും. ആ ഒരു വിളി കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നത്. അല്ല, നമ്മുടെ ജീവിതം സഫലമായില്ലേ റുക്കു? മതി, എനിക്ക് തൃപ്തിയായി. ഒരുപക്ഷെ വിശ്വനാഥനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ ആ സമയത്ത് എന്നോട് അങ്ങനെ ഒരു അടുപ്പം കാണിച്ചത്. എന്തായാലും കാണിച്ചല്ലോ. ഞാൻ അവളുടെ അച്ഛനാണെന്ന് ഒരു നിമിഷം അവൾ അംഗീകരിച്ചല്ലോ. ആരെയും തോപ്പിക്കാനൊന്നും ആവില്ല. അവള് ഉള്ളി തട്ടി തന്നെയാവും അച്ഛാന്ന് വിളിച്ചത്. എന്താ റുക്കൂൻ അങ്ങനെ തോന്നാൻ? അവൾക്ക് നല്ല മാറ്റമുണ്ട്. അവളിപ്പോ കാര്യങ്ങൾ അറിഞ്ഞു പെരുമാറി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഞാൻ അവളുടെ അമ്മയാണെന്ന് പറഞ്ഞപ്പോ ആ ഒരു ഒറ്റ വാക്കില് അവൾ മാണിക്യമംഗലത്തേക്ക് പോവാൻ തയ്യാറായത്. ആരെയും നമുക്ക് ഒന്നും നിർബന്ധിച്ച് ചെയ്യിക്കാനാവില്ല അയ്യ. എല്ലാം സ്വയം ബോധ്യപ്പെട്ട് പെരുമാറേണ്ടതാണ്. അപ്പോ ഇനി അവളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരു ചോദ്യം പറച്ചിൽ ഉണ്ടാവില്ല എന്നാണോ പറയുന്നത്? അതിന് സാധ്യത കുറവാ. ആ കൊലപാതക ശ്രമം അവളെ അടിമുടി മാറ്റിയിട്ടുണ്ട്. അവളൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും അവളുടെ ഉള്ളിലുണ്ട് അത് ചെയ്യിച്ചത് മാണിക്യമംഗലത്തുകാരാണെന്ന്. അവളെ രക്ഷിച്ചത് നമ്മളാണെന്നും. അവളെ രക്ഷിച്ചത് നമ്മളല്ലല്ലോ റുക്കു, അവനല്ലേ ആ ഗണേശൻ. നമ്മളെന്താ ചെയ്തത്? സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചു, കുറെ പണം മുടക്കി. അതുകൊണ്ട് മാത്രമല്ലല്ലോ അവളെ രക്ഷപ്പെട്ടത്. കൂടുതൽ അപകടം ഉണ്ടാക്കാതെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ആ കൊലയാളിയുടെ കയ്യിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തിയത് അവനല്ലേ?
ഓപ്പറേഷന് കൃത്യസമയത്ത് രക്തം കൊടുത്ത് അവളെ രക്ഷിച്ചത് അവനല്ലേ? ഈ ജന്മം തീർത്താ തീരുവോ നമുക്ക് അവനോടുള്ള കടപ്പാട്? അവന് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം റുക്കു. എന്തു കൊടുത്താലും മതിയാവില്ല. പക്ഷേ എന്തെങ്കിലും കൊടുത്തല്ലേ മതിയാവൂ. അയ്യാ. ഗണേശ, നിനക്ക് ഞാനൊരു പാരിതോഷികം തന്നാ നീ വാങ്ങുവോ? എന്റെ മകളുടെ ജീവന് ഞാൻ വിലയിട്ടൊന്ന് വിചാരിക്കരുത്. അതിന് ഈ പ്രപഞ്ചത്തെക്കാൾ വിലയുണ്ട്. ചിലപ്പോൾ അതിലേറെ ഉണ്ടാവും. വിലമതിക്കാനാവാത്ത എന്റെ സൗഭാഗ്യം അവള്. അവളെ തിരിച്ചു തന്ന നിന്നോട് കഥയറിയാതെ ഞാൻ ഒരുപാട് അപരാധങ്ങൾ ചെയ്തു. അതിനുള്ള പ്രായശ്ചിത്തമാണെന്ന് കരുതിയാ മതി. നീ ഇത് വാങ്ങണം. എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി നീ ഇത് വാങ്ങണം ഗണേശ. എന്താ പെരിയോരെ ഇത്? കുറച്ച് പണമാ. പണം മോഹിച്ചല്ല പെരിയോരെ ഞാനിതൊന്നും ചെയ്തത്. അറിയാം, എനിക്കതറിയാം ഗണേശ. പ്രതിഫലം നിന്ന് ഞാൻ നിന്നെ അപമാനിക്കുകയല്ല. പാരിതോഷികം നിന്ന് ഞാൻ നിന്നെ ആദരിക്കുക. ദയവായി നീ ഇത് വാങ്ങണം, എന്റെ ഒരു മനസമാധാനത്തിന്. പക്ഷേ അതിനുവേണ്ടി എൻ്റെ മനസ്സമാധാനം ഞാൻ കളയണോ പെരിയോരെ? പെരിയോര് പറഞ്ഞാൽ ഞാൻ എന്തും അനുസരിക്കും. പക്ഷേ ഇതൊഴികെ ദയവ് ചെയ്ത് ഇതിനെന്നെ നിർബന്ധിക്കരുത്. ഞാനിത് വാങ്ങില്ല. വാങ്ങിയ ഞാൻ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ഫലം ഇല്ലാതാവില്ലേ പെരിയോരെ? നീ ഇത് തന്നെ പറയുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാ ഗണേശ ഞാൻ വന്നത്. പക്ഷേ നീ ഓരോ നിമിഷവും എന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. നീ ആരുടെ മോനെ ശരിക്കും? പെരിയവനാ നീ, എന്നേക്കാൾ പെരിയവൻ. ഇത്രയും നല്ല മനസ്സുള്ള നിനക്ക് ദൈവത്തിന്റെ പേര് തന്നെ ഇട്ട് നിന്റെ മാതാപിതാക്കളോട് എനിക്ക് ബഹുമാനം തോന്നുന്നു ഗണേശ. ത്രികാലജ്ഞാനികൾ അവര്. സാക്ഷാൽ വിഘ്നേശ്വരന്റെ പേര് തന്നെ നിനക്കിട്ട് അവര് കാലേ കൂട്ടി അറിഞ്ഞിട്ടുണ്ടാവും നീ വലിയൊരു മനസ്സിന്റെ ഉടമയായിട്ട് വളരുമെന്ന്. ദൈവമാ മോനെ നിന്നെ ഇവിടെ എത്തിച്ചത്. പണം വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ നിനക്കൊരു സമ്മാനം തരും. അത് വേണ്ടെന്ന് പറയരുത്. പറഞ്ഞാ എനിക്ക് സങ്കടാവും. കൈ കാണിക്കേ. വിലയിട്ടതല്ല ഞാൻ. വിലമതിക്കാനാവാത്ത വൈഡൂര്യ നീ.